1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള അളവാണ് കേട്ടോ 1.5 കിലോ. അതുപോലെ തന്നെ ഒരു 3/4 തേങ്ങയുടെ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 ഉള്ളി, അതുപോലെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ചെറിയ പീസുകളായിട്ട് കപ്പ കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വലിയ പാത്രത്തിൽ ഉപ്പൊന്നും ചേർക്കാതെ കപ്പ ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വെള്ളം മാറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ തിളച്ച വെള്ളത്തിൽ കപ്പ വേവിച്ചെടുക്കണം. പച്ചവെള്ളം ഒഴിച്ച് വേവിക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് ആദ്യം തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ കപ്പയിൽ ആദ്യം ചേർത്ത വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ മാറ്റിയിട്ട് വീണ്ടും തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നമ്മൾ കപ്പ കുക്കായി കഴിയുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ എടുത്ത് മാറ്റും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കുക്കർ തുറന്ന് വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം കേട്ടോ. ഒരു അധികം വേവുള്ള കപ്പയാണെങ്കിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ തുറന്ന് വെച്ച് വേവിച്ചാലും മതി. ഞാനിപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കപ്പ കുക്കായി വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. കപ്പയ്ക്ക് ഉപ്പ് കുറവാണ്, അതുകൊണ്ടാണ് തേങ്ങാപ്പാലിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. കപ്പയുടെ ഉപ്പ് നോക്കിയിട്ട് മാത്രം തേങ്ങാപ്പാലിലേക്ക് ഉപ്പ് ചേർക്കുക കേട്ടോ. നന്നായിട്ട് വെന്ത് കുഴഞ്ഞ കപ്പ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത കപ്പയാണെന്നുണ്ടെങ്കിൽ ഉടഞ്ഞു വന്നോളും. ഇല്ലെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. അതുവരെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കപ്പയൊന്ന് ഉടച്ചും കൊടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് പീസുകളൊക്കെ അതുപോലെ തന്നെയുണ്ട്. കുറച്ച് പീസുകളൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തു. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒരുപാട് അങ്ങോട്ട് കുറുകി പോവണ്ട. എന്താണെന്ന് വെച്ചാൽ ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി തിക്കായി വരും. തിക്കായി പോവുകയാണെങ്കിൽ ചൂടോടുകൂടി തന്നെ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കട്ടെ. കപ്പയുടെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ എപ്പോൾ ആണെങ്കിലും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് വേറൊരു പാൻ വെക്കാം. ഇപ്പം ഞാൻ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അധികം വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഉള്ളി തന്നെ ചേർക്കണം. ഈ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തതും കൂടി ചേർക്കണം. ഈ പച്ചമുളകും ഉള്ളിയും ഒരുമിച്ച് ചേർന്നിട്ട് ബ്രൗൺ കളറായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി കറിവേപ്പില ചേർക്കാം. ഈ കറിവേപ്പിലയും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കപ്പ പ്ലേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് കപ്പ പ്ലേറ്റ് ചെയ്യാണ്. നിങ്ങൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾ കപ്പ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഈ ഒരു വറവ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇനി ഇത് നമ്മുടെ കപ്പയിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വറവ് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കഴിക്കുമ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.